ലോകരാഷ്ട്രങ്ങൾ പലതും രംഗത്തെത്തിയിട്ടുണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട്. കെ എസ് സ്റ്റാമർ പറഞ്ഞത് മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ദുരന്തമായിരുന്നു എന്നാണ്. തീർച്ചയായും വലിയ തോതിൽ മനസ്സിനെ ഉലയ്ക്കുന്നൊരു അപകടമാണ് സംഭവിച്ചതെന്ന് കെ സ്റ്റാമർ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. കെ സ്റ്റാമർ പ്രത്യേകം അത് അറിയിക്കുന്നതിന് 53ഓളം ബ്രിട്ടീഷ് സിറ്റിസൺസ് ഇത് ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ പോർട്ടുഗീസ് മറ്റു രാജ്യങ്ങളുടെയും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടവരുടെ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അനുശോചനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, നിരവധി ഭാരതീയർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവർക്കെല്ലാം തന്നെ അനുശോചനങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു അനുശോചനവും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ആശ്വാസ പ്രവാഹവുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇത്രയും വലിയൊരു അപകടം, അതും ആകെ ഒരു മനുഷ്യൻ മാത്രം രക്ഷപ്പെടുകയും 241ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു വലിയ അപകടം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് സമൂഹവും ലോകവും പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും കൃത്യമായൊരു പ്രതികരണം തന്നെയാണ് ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും മറ്റു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന കാര്യമായി തന്നെ തുടരുകയാണ്. ദേവിക. ശരി ഗൗതം, നാളെ പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നു എന്നൊരു റിപ്പോർട്ട് നമ്മൾ നേരത്തെ പരിശോധിച്ചു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ 2 പ്രധാനപ്പെട്ട സർവീസുകൾ എയർ ഇന്ത്യ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും. അവരെ കൂടുതലായി അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പ്രത്യേക വിമാന സർവീസുകളാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് ഗൗതം? ദേവിക, ഈ വിമാന അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇതിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ അവർക്ക് അഹമ്മദാബാദിലേക്ക് എത്തേണ്ടതായുണ്ട്. അതിനാലാണ് അഹമ്മദാബാദിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ, ഒന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയും മറ്റൊന്ന് ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു നഗരമായിട്ടുള്ള വാണിജ്യ തലസ്ഥാനമായ മുംബൈയും കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ സർവീസുകൾ നടത്താൻ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ വിമാനങ്ങൾ അഹമ്മദാബാദിലേക്ക് പുറപ്പെടും. അത് ഈ മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾക്ക് അഹമ്മദാബാദ് നഗരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു സൗകര്യം എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരാണ്. കേരളത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ രഞ്ജിതയുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ടവർ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. എയർ ഹോസ്റ്റസായ മണിപ്പൂർ സ്വദേശി അതിനകത്തുണ്ട്. മണിപ്പൂർ സ്വദേശിയായിട്ടുള്ള നഖന്തോയി ശർമ്മ, ഇവർ ഈ 12 ക്രൂ മെമ്പേഴ്സിൽ ഒരാളായിരുന്നു. ഇപ്പോൾ ഈ മണിപ്പൂർ സ്വദേശിയായ ഈ ക്രൂ മെമ്പറുടെ പിതാവ് വ്യക്തമാക്കുന്നത്, മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അത്തരം അറിയിപ്പുകൾ വന്നിട്ടില്ല. അതിനാൽ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് എന്നാണ് ഇതിൽ എയർ ഫോഴ്സസായ നഖന്തോയി ശർമ്മയുടെ പിതാവ് ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയിട്ടുള്ള ഒരു പ്രതികരണത്തിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനത്ത് നിന്നും കേരളത്തിൽ നിന്നും അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിനാൽ അവരുടെയൊക്കെ ബന്ധുക്കൾക്ക് വളരെ പെട്ടെന്ന് അഹമ്മദാബാദിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു സ്പെഷ്യൽ സർവീസ് ഡൽഹിയിൽ നിന്നും അതോടൊപ്പം തന്നെ മുംബൈയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റു ചില വാർത്തകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഈ വലിയ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടേക്കുന്ന ചില ആളുകൾ കൂടിയുണ്ട്. ഇതിന് ഉദാഹരണമായി ഈ ഭൂമി ചൗഹാൻ എന്ന ഒരു പെൺകുട്ടിയുടെ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഭൂമി ചൗഹാൻ എന്ന പെൺകുട്ടി 10 മിനിറ്റ് വൈകിയത് കൊണ്ട് ഇവർക്ക് ഈ ഫ്ലൈറ്റ് മിസ്സാവുകയായിരുന്നു. എയർപോർട്ടിലെത്തി വിമാനത്തിൽ കയറാൻ വേണ്ടി ഓടിയെത്തുന്ന സമയത്ത് ഈ വിമാനം റൺവേയിൽ നിന്നും എടുക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഈ ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഈ വിമാനം മിസ് ചെയ്തു. പലതവണ അതിൽ എങ്ങനെയെങ്കിലും കയറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും എയർ ഇന്ത്യയുടെ അധികൃതർ ഈ വിമാനം റൺവേയിൽ നിന്നും മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയതിനാൽ ഈ ഭൂമി ചൗഹാൻ എന്ന പെൺകുട്ടിക്ക് ഇതിൽ പോകാൻ അവർ അനുവദിച്ചിരുന്നില്ല. ഏതാണ്ട് 10 മിനിറ്റിനകം തന്നെ ഈ അപകടം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ പല അത്ഭുതകരമായ റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ വിമാനം മിസ്സായതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ചില ആളുകൾ, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 242 പേരുള്ള വിമാനത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരനായ ഭാരതീയ വംശജനും ബ്രിട്ടീഷ് പൗരനുമായ വിശ്വാസ് കുമാർ, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. അങ്ങനെ അത്ഭുതകരമായി മാത്രം ഇതിൽ നിന്നും രക്ഷപ്പെട്ടേക്കുന്ന ചില ആളുകളുടെ റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ദേവിക.